അമ്മേ അമ്മേ, എനിക്ക് കുറച്ച് കാശ് വേണം. ഞാൻ ക്ലബിലോട്ട് പോകാൻ ഇറങ്ങിയ എനിക്ക് എന്തിനാ കാശ്? എന്തിനാ നിനക്കിപ്പോ കാശ്? അമ്മമ്മയുടെ ജോലി നോക്കിയേ, ഞാൻ അമ്മയോടല്ലേ കാശ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസമല്ലേ 2000 രൂപ വേണമെന്ന് പറഞ്ഞ് അത് എനിക്ക് നീ തന്നില്ലല്ലോ. ചോദിക്കുമ്പോൾ ഇങ്ങനെ കാശ് കൊടുക്കാൻ നിൽക്കരുത്. അത് എന്തിന്റെ ആവശ്യത്തിനാണെന്നെങ്കിലും തിരക്കിക്കൂടെ? എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്, ഞാൻ പറയുന്നത് ഞാൻ കേട്ടാണ്. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്തിനാണെന്ന് പോലും തിരക്കാതെ ചോദിക്കുന്നത് എടുത്തു കൊടുക്കും. കുട്ടികൾ വഷളാകാൻ ഇവിടെ ഞാൻ കാരണം. അതൊക്കെ ആവശ്യമുള്ള എന്തെങ്കിലും വാങ്ങാനല്ലേ? അന്ന് സ്കൂളിൽ പഠിച്ച കാലമല്ലല്ലോ ഇത്. നാരായണ കാലവും മാറി കോലവും മാറി. എന്താണ് നടക്കുന്നത് ഈ ലോകത്ത്? എന്റെ ഇഷ്ടങ്ങൾ നടക്കണം, നടന്നേ തീരൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിന് വിലങ്ങിടാൻ അമ്മ വന്നേക്കരുത്. അമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് കിട്ടണം. നിന്റെ സകല ഭക്ഷണത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. പലരും ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. എന്ത് സഹിച്ചു? എന്ത് ക്ഷമിച്ചു? കൊച്ചായിരിക്കുമ്പോൾ മുതൽ വില കൂടിയ മിഠായികളും വസ്ത്രങ്ങളും പറയുമ്പോഴെല്ലാം വാങ്ങി തന്നെ എന്നെ ശീലിപ്പിച്ചതാരാ? മോളെ, അത് നമ്മുടെ സ്റ്റാറ്റസ്. ഈ സമൂഹത്തിൽ നമുക്കൊരു വിലയും ഉണ്ടോ? പറഞ്ഞു നിൽക്കാൻ സമയമില്ല. എന്റെ ഫ്രണ്ട്സ് എന്നെ കാത്തു നിൽക്കുക. എനിക്കൊരു 5000 രൂപ വേണം. തന്നില്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പോയാൽ എനിക്കറിയാം. നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു മകളെ? അങ്ങനെ പോയാൽ എപ്പോൾ വേണം? അയ്യോ അമ്മേനെ, ബാഗിൽ എടുത്ത് പൈസ എടുത്താ ബാഗിന്ന്. ഹലോ, എടാ കാശ് കിട്ടിയില്ല. തിരിച്ചു വാങ്ങാനും പറ്റില്ല. കാശ് ഞാൻ എങ്ങനെ ഒപ്പിച്ചുതരാം? എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ. കാശ് കിട്ടാൻ ഞാൻ സാധനം തരത്തില്ല. എനിക്ക് എങ്ങനെയും കിട്ടിയേ പറ്റൂ. നീ കാരണമാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ നീ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മോളെ, എന്താ നീ ഫോണിൽ പറഞ്ഞത്? എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? ഒന്ന് പോയേ. നീ ആരോടാ സംസാരിച്ചത്? അമ്മയോട് പറ. നാശം, വയസ്സായവരുടെ മൂലയിൽ പോയി ഇരുന്നൂടെ? അമ്മയുടെ കരുതി കിടക്കുന്ന സ്വർണ്ണമാലയില്ലേ? മാല എങ്കിൽ മാല. അയ്യോ ഇരുമോളെ, മാലയെ പിടിച്ച് വലിക്കാതെ. അയ്യോ, അമ്മ എന്നെ വെറുതെ എന്നെ ഭ്രാന്താക്കി. എന്റെ ജീവിതം നശിച്ചല്ലോ. എന്നെ എടുത്തുകൊണ്ട് നടന്ന് ചോറ് വാരി തന്നെ എന്നെ കുളിപ്പിച്ചൊരുക്കി ഒരുപാട് സ്നേഹം വാരിക്കൊടുത്തന്നെ എന്റെ അമ്മമ്മ എന്റെ കൈകൊണ്ട് കിടന്നു വീണല്ലോ. ഇതിനെല്ലാം കാരണം എന്റെ ലഹരിയാണ്. ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട. എനിക്ക് ഡ്രഗ്സ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട. അയ്യോ അമ്മേ, ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശീലമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. അവയുടെ ഉപയോഗം മൂലം യുവതലമുറ അനുദിനം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചും ചുറ്റുപാട് നശിച്ചും ഇല്ലാതെക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലഹരിയുക്ത ലോകത്തിന് വേണ്ടി നമുക്കേവർക്കും ഉണർന്ന് പ്രവർത്തിക്കാം. ശിരസ്സുയർത്തി പറയുന്ന ലഹരി കഴിപ്പെടുന്നു. ശിരസ്സുയർത്തി